ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ലൊരു 4 മണി പലഹാരമാണ്. ഇത് തമിഴ്നാട്ടിലെല്ലാം നവരാത്രിക്കൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇതിന്റെ പേര് കുണുക്ക്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പച്ചരിയും 1/4 കപ്പ് കടലപ്പരിപ്പും 1/4 കപ്പ് തുവരപ്പരിപ്പും 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് നല്ലോണം മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ച് 4 മണിക്കൂർ കുതിർത്ത് വെക്കാം. അരിയും പരിപ്പും കുതിർത്ത് വെച്ചത് 4 മണിക്കൂറിന് ശേഷം കഴുകി വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനി അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് ചേർക്കണം. ഞാനിവിടെ 2 വറ്റൽ മുളക് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് പച്ചമുളകും കൂടെ ചേർക്കണം. ഞാൻ പച്ചമുളക് ഇത് അരച്ചെടുത്തതിന് ശേഷം അരിഞ്ഞു ചേർക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടിയായിട്ട് അരച്ചെടുക്കാം. അധികം നൈസായിട്ട് അരയണ്ട, തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. അരച്ചെടുത്തത് ഇപ്പം ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് മുറിച്ച് ചേർക്കുന്നുണ്ട്. ഞങ്ങൾ എരിവിന് ആവശ്യത്തിന് എടുക്കാം. ഇത് അരക്കുമ്പം അതിൽ ചുവന്ന മുളക് അരച്ചിട്ടുള്ളതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില മുറിച്ച് ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകെല്ലാം ഈ മാവ് അരക്കുന്നതിന്റെ കൂടെ അരക്കുന്നെങ്കിൽ അരക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിന്റെ പകുതി കായപ്പൊടി ചേർക്കാം. ഒരു 1/4 കപ്പ് ഫ്രഷ് തേങ്ങ ചിരകിയത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. കുണുക്കിനുള്ള മാവ് റെഡിയാണ്. ഇതിന് എണ്ണയിൽ പൊരിച്ചെടുക്കണം. ഇവിടെ അടുപ്പത്ത് ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഈ റെഡിയാക്കി വെച്ച മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. ഇത് ഒരു സൈഡാകുമ്പോൾ തിരിച്ചിടാം. ഇപ്പം 2 സൈഡും പാകത്തിന് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. കുണുക്ക് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് വേറെ പ്ലേറ്റിൽ വിളമ്പാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കാൻ എളുപ്പമാണ്. നല്ല അടിപൊളി ടേസ്റ്റില് കുണുക്ക് റെഡിയാണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.